വെൽക്കം ടു ഹാലോങ് ബേ. എമറാൾഡ് വാട്ടേഴ്സ്, ലൈംസ്റ്റോൺ ക്ലേവ്സ്, സീക്രട്ട് കേവ്സ്, പച്ചപ്പ് നിറഞ്ഞ 1600-ലധികം ഐലൻഡുകൾ, ഇതൊക്കെയാണ് ടൂറിസ്റ്റുകൾക്കിടയിൽ ഹാലോങ് ബേയിനെ സ്പെഷ്യലാക്കുന്നത്. വിയറ്റ്നാം ട്രിപ്പിൽ ഹാലോങ് ബേ ക്രൂയിസ് ബുക്ക് ചെയ്യുമ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ചയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നതെന്ന് കരുതിയില്ല. ഞാൻ ലാവണ്യ രാഹുൽ. വിയറ്റ്നാം സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഫ്ലൂക്ക് വഴിയാണ് ഞങ്ങൾ ക്രൂയിസ് ബുക്ക് ചെയ്തത്. ഏർലി മോർണിംഗ് ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർട്ടിൽ ഞങ്ങൾ എത്തിച്ചു. എൻ്റെ പൊന്നോ, ഫസ്റ്റ് ക്രൂയിസ്. അതെ, എന്നാലും ഞാൻ കുറച്ച് ഇത്രയും വലുത് പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ക്രൂയിസ് തന്നെ മിസ് ചെയ്തു. അപ്പോൾ ഇവർ ഈ ചെറിയ ബോട്ടിൽ കൊണ്ടുപോയിട്ട് അതിൽ കയറ്റുമായിരിക്കും അല്ലേ? അതെന്താ ചേച്ചി എടുത്ത്? അതെ, ഫൈനലി ഹേ ഗായ്സ്, അപ്പം ഞങ്ങൾ ക്രൂയിസിൽ വന്നതാണ്. ക്രൂയിസ് അംബാസഡർ ക്രൂയിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹാലോങ് ബേയിൽ ഒരു ക്രൂയിസ് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ എത്ര മണിക്കൊക്കെ ക്രൂയിസ് സ്റ്റാർട്ട്? രാവിലെ ഒരു 8:45 ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഞങ്ങൾ അറ്റപ്പറ്റ വന്ന് കയറി. അതെ, അത് അവരുടെ മിസ്റ്റേക്ക്. അവർ മറ്റേ പേളിൻ്റെ ആ ഒരു ഇതിലൊക്കെ കൊണ്ടുപോയി അവിടെ കുറച്ച് ഡിലേ ആയി അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഷിപ്പ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തു. ഡോക്കിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളെ കുഞ്ഞു ബോട്ടിൽ കൊണ്ടുവന്ന്, എനിക്കാണ് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കുഞ്ഞു ബോട്ടിലൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന് കയറ്റി. എൻ്റെ പതുക്കെ കറക്റ്റ്, എനിക്ക് പേടിയാ അറ്റത്ത് നിൽക്കാതെ. ഇതാണ് ഞങ്ങൾ വന്ന ക്രൂസ് ഷിപ്പ് എന്ന് പറയുന്നത്. ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു. ഇതൊരു 5 നിലയുള്ള ലക്ഷറി ക്രൂയിസാണ്. പെർ ഹെഡ് നമുക്കൊരു 5500 രൂപയാണ് ഡേ ക്രൂയിസിനായത്. 3rd ഫ്ലോറിലാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയയും സീറ്റിംഗ് ഏരിയയൊക്കെ വരുന്നത്. ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. ഗുഡ് മോർണിംഗ്. ചെറിയ വെൽക്കം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്ന സീറ്റിലേക്കാണ് ഞങ്ങളെ അവർ ആദ്യം കൊണ്ടുപോയത്. ഇവിടെ മറ്റേ അന്നത്തെ ചൈനീസ് പോലെ ഉണ്ടല്ലേ. Welcome on board, ladies and gentlemen. This is to advise. എങ്ങനെയുണ്ട് ക്രൂയിസ്? ഫസ്റ്റ് ക്രൂയിസ് ഇഷ്ടപ്പെടാ? നമ്മൾ കയറിയല്ലേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് ആയില്ലല്ലോ. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് ആ നൂഡിൽസ് പോലത്തെ സാധനം അടിപൊളിയായിരുന്നു. നമ്മൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തന്നെ ഇവർ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. അത് ശരിക്കും മറ്റേ ലൈറ്റൊന്നും അല്ല, അത്യാവശ്യം ഹെവി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾക്ക് വയറ് നിറയുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് പേസ്ട്രിയും അങ്ങനത്തെ സാധനങ്ങൾ, ബട്ടർ എന്താണ് സിന്നമൺ റോൾ പോലത്തെ സാധനം, പിന്നെ കേക്ക്, കപ്പ് കേക്ക്സ് അങ്ങനെയൊക്കെ. പിന്നെ മറ്റേ ഇത് എന്താ പറയുക, നൂഡിൽസ്. ഇവരെല്ലാം ഫാന്നോ അങ്ങനെ എന്താ പറയുന്നത്, അതായത് നമ്മളുടെ നൂഡിൽസ് വിത്ത് കുറച്ച് സൂപ്പും ചിക്കനും അങ്ങനെ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട്. നമുക്കൊരു സീറ്റ് അവർ അസൈൻ ചെയ്തു. നമ്മൾ 5 പേര്, വിയാനയും കൂടെ ചേർത്ത് 5 പേര്. അപ്പം നമുക്കൊരു സീറ്റ്, ഒരു ടേബിൾ അസൈൻ ചെയ്ത് തരും. നമ്മളുടെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കണം. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ നമുക്ക് ഇരിക്കാം. 3rd ഫ്ലോറിൻ്റെ ബാൽക്കണി ഏരിയയിൽ ചെറിയൊരു ജക്കൂസിയും കുറച്ച് സീറ്റിംഗ് ഏരിയാസും ഒക്കെ ഉണ്ട്. ഞങ്ങൾ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ എടുത്തിരുന്നെങ്കിലും തണുപ്പ് കാരണം ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. 4th ഫ്ലോറിൽ ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ്. അലാക്കാട്ടെ മെനു വരുന്ന റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ അവിടെ നമുക്ക് ഈവനിങ് ലൈവ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതിന് വേണ്ടി ചെറിയൊരു സ്റ്റേജിങ് ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇത് എത്രാമത്തെ നില? 3, 4, 5ാമത്തെ നില. 5 നിലയുള്ള ഷിപ്പാണ് മൊത്തത്തിൽ. അതായത് ഇത് കൈൻഡ് ഓഫ് റൂഫ് ടോപ്പ് പോലെ അല്ലേ. ഇവിടെ ആൾക്കാരെല്ലാം വന്ന് നിന്ന് ഫോട്ടോ എടുക്കുക പരിപാടി. ടൈറ്റാനിക് പോസ് ചെയ്യാനുള്ള ലൊക്കേഷനൊക്കെ ഉണ്ടെന്ന്.
ഇവിടെ ഐലൻഡ്സ് ഒക്കെ കണ്ടു തുടങ്ങി. ഐലൻഡ്സ് ആണ് ഇതൊക്കെ, ഐലൻഡ്സ് ആയിട്ട് വരും. ആണ് ഐലൻഡ്സ് തന്നെയാ ഇതൊക്കെ? ഐലൻഡ്സാ? എത്രയോ അങ്ങനത്തെ യുനെസ്കോ സൈറ്റ് ആക്കിയിരിക്കുന്നു. കുറേ അധികം ഐലൻഡ്സ് ഒരുമിച്ച് കുഞ്ഞു ഐലൻഡ് ആയിട്ട്. അവിടെ എന്താ ഖനനമാണോ? ഖനനം ഈ JCB പോലത്തെ ഓയിലിൻ്റെ. ഓ ഇത് നല്ല രസമല്ലേ? ക്രൂയിസിന്ന് നെക്സ്റ്റ് നമ്മൾ കാണാൻ കൊണ്ടുവന്ന കേവിലോട്ട്. ഏതോ ഒരു കേവ് ഉണ്ട്. അപ്പോൾ ആ കേവിലോട്ട് നമ്മൾ കാണാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവരുടെ തന്നെ നമ്മൾ നേരത്തെ ലേറ്റായിട്ട് വന്നപ്പോൾ കയറ്റി കൊണ്ടുപോയ ചെറിയ ബോട്ടുണ്ടല്ലോ, സ്പീഡ് ബോട്ട് പോലത്തെ, അതിൽ കയറ്റിയിട്ട് ആ കേവിലോട്ട് നമ്മൾ കൊണ്ടുപോവാണ്. അതിൻ്റെ അവിടെ ഒരു ചെറിയ അമ്പലം പോലെ വെച്ചിട്ട് കുറേ ഫ്രൂട്ട്സും അതൊക്കെ വെച്ചേക്കും അവർ. ചെറിയ ബോട്ടാണെങ്കിൽ ഇങ്ങോട്ട് അടുത്ത് വരെയും വരും അല്ലേ? Okay, everybody. Now we go to visit the cave, Surprise Cave. It's only one way in, but out, and you have to climb. Okay, 300 steps. Go up and go down. ഇതാരും പറഞ്ഞില്ല. ഇതെന്താരും പറഞ്ഞില്ല. കുറെ വീഡിയോ കണ്ടിട്ട് അതായത് ഇൻ ആൻഡ് ഔട്ട് രണ്ട് ഇതാണ്. വൺ വേ പോലെ തിരിച്ച് ഈ വഴി കൂടെ നമുക്ക് വരാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ ഔട്ടിൽ കൂടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ 1 കിലോമീറ്റർ നടക്കാനുണ്ട്, 300 സ്റ്റെപ്സ് ക്ലൈംബ് ചെയ്യാനുണ്ട്. അതാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞത്. 40 മിനിറ്റ്സ് ആണ് നമുക്ക് തന്നത്. 11:05 ആകുമ്പോൾ നമ്മളിവിടെ തിരിച്ചെത്തണം എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഒരു പാലൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇതാണ് 300 സ്റ്റെപ്സ്. അങ്ങനെയാണ്, കുഴപ്പമില്ലല്ലേ? സ്റ്റെപ്സ് ഒക്കെ തുടങ്ങി. നല്ല തിരക്കുള്ളതുകൊണ്ട് എല്ലാവരും പതുക്കെ പതുക്കെ ഒക്കെ. ഇതാണ് സൺസോട്ട് കേവ്, ഹാലോങ് ബേയിലെ ഏറ്റവും വലിയ കേവ്. ഇതുപോലെ കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തതുമായ ഒത്തിരി കേവ്സ് ഹാലോങ് ബേയിലുണ്ട്. 1901 ഒരു ഫ്രഞ്ച് ടൂറിസ്റ്റാണ് അപ്രതീക്ഷിതമായി ഈ കേവ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ സർപ്രൈസ് കേവ് എന്നും ഇതിന് വിളിപ്പേരുണ്ട്. പുറത്തുനിന്ന് കയറി വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും അത്ഭുതങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്ന്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ പല ചേംബറുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ റോക്ക് ഫോർമേഷൻസ്, ഹാങ്ങിങ് സ്റ്റാലക്ടൈറ്റ്സ്, ഗ്ലിറ്ററിംഗ് റോക്സ്, അങ്ങനെ ഒത്തിരി കാഴ്ചകൾ. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ 1 കിലോമീറ്റർ പോയതൊന്നും നമ്മൾ അറിയേയില്ല. എനിക്ക് ആ മേലത്തെ ഭാഗമാണ് ഇഷ്ടപ്പെട്ടത്. എന്ത് രസമല്ലേ? കുഴിഞ്ഞു ഇതിങ്ങനെ ആക്കി എടുക്കുന്നതാണോ? ഗൈഡിനെയൊക്കെ എടുത്ത് വരുന്ന ഒരു ഗൈഡ് ഇങ്ങനെ ലേസർ ലൈറ്റൊക്കെ അടിച്ചിട്ട് ഓരോന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓരോ പാർട്ടാണ്. മൊത്തത്തിൽ നല്ല രസമുണ്ടല്ലേ? ഇതൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റേ കടലിനടിയിൽ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് അല്ലേ? ഭയങ്കര രസമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയല്ല, ഇതിനകത്ത് ഈ ചിന്തിച്ചു നോക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് കടലിൻ്റെ അടി എങ്ങനെ ഇരിക്കുമെന്ന്. ഈ ഇതിൽ ഫുള്ള് വെള്ളമായിട്ട് മറ്റേ സീ ആനിമൽസും മീനും ഒക്കെ പോകുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിരിക്കും. ഇതേ അഗാധ ഗർത്തങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇവർ മറ്റേ ഇങ്ങോട്ടേക്കൊക്കെ കെട്ടിയിട്ടിട്ട് നമുക്ക് നടക്കാനുള്ള കറക്റ്റ് വഴി. അത്യാവശ്യം വെളിച്ചമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ലൈറ്റൊക്കെ ഇട്ട് ഇല്ലേ പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഉറപ്പല്ലേ? മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ നന്നായിട്ട്? ഹെറിറ്റേജ് സൈറ്റ് അല്ലേ? അത് ശരി. യുനെസ്കോ ഫണ്ടിങ്
അറിയില്ല, നല്ലോണം ഷൈൻ ചെയ്യുക, തിളങ്ങുന്നു. കടലിനടിയിലെ മായാ ലോകം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമ്മളുടെ അവിടെയൊക്കെ കാണാം ഇങ്ങനത്തെ കാണുമായിരിക്കും അല്ലേ? എന്താണ് ചിലപ്പോൾ ഈ ടൈപ്പ് ഓഫ് ലൈം സ്റ്റോൺ അങ്ങനെ വരുമ്പോഴേക്കായിരിക്കും ഈ ഷേപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എത്ര നാൾ കൊണ്ട് രൂപപ്പെട്ടായിരിക്കും അല്ലേ? മില്യൺസ് ഓഫ് മില്യൺസ് ഇയേഴ്സ് ആയിരിക്കും അല്ലേ? സ്റ്റെപ്സ് ഉണ്ട്. അയ്യോ, ലാസ്റ്റ് തീർന്നല്ലേ? തീർന്നു. ഞങ്ങൾ അവിടെ ഇടയ്ക്ക് കീ ചെയിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ കീ ചെയിൻ വാങ്ങണ്ടേ, അവിടെ നിന്ന് കീ ചെയിൻ വാങ്ങി. കീ ചെയിൻ ഫ്രീ അവിടെ. അവരൊരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ലൊക്കേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് കീ ചെയിൻ നമുക്ക് ഫ്രീ ആയിട്ട് തരും. വലിയ ഫോട്ടോ വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണം. അങ്ങനെ എന്താ ഭംഗിയല്ലേ? ഫുള്ള് ഷെൽസൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് അവിടെയാണ് പോകേണ്ടത്. ഞങ്ങൾ നടന്നെത്തിയപ്പോഴത്തേക്കും 2 ബോട്ടും അല്ലേ, അംബാസഡറിൻ്റെ 2 ബോട്ടും ഫില്ലായി. അങ്ങനെ അവർ പോയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എടാ എടാ ഹെലികോപ്റ്റർ പറത്തണ നീ. അങ്ങനെ ഞങ്ങൾ നട്ടപ്പൊരി വെയിലത്ത് ഇവിടെ വെയിറ്റ് ചെയ്യുമല്ല. സൺസോട്ട് കേവ് നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ടീ ടോപ്പ് ഐലൻഡിലോട്ടാണ്. ടീ ടോപ്പിന്റെ പ്രത്യേകത എന്താ? ഈ ഐലൻഡ് കൂട്ടത്തിൽ കുറച്ച് മീൻസ് ബീച്ച് വരുന്നത്, ബാക്കിയൊക്കെ പാറയല്ലേ. കുറച്ച് ബീച്ചായിട്ട് നമുക്ക് ഇറങ്ങി കുളിക്കാനും അങ്ങനത്തെ എൻജോയ് ചെയ്യാൻ വാട്ടർ ആക്ടിവിറ്റീസിന് പറ്റിയ സ്ഥലമാണ് ഈ ടീ ടോപ്പ്. ഇത് അതുപോലത്തെ ഉണ്ട്. ഈ റൂട്ട് 1-ലുള്ള ടീ ടോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ 1-2 ഐലൻഡ്സ് ഉണ്ട് ഇതുപോലെ ബീച്ചുള്ളത്. ഇതാരാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പേരിലാണ് ടീ ടോപ്പ്. ഓ, ഈ പുള്ളിയുടെ പേരിലാണ് ഐലൻഡ്. പിന്നെ ആ ബീച്ചിൽ അവിടം വരെ വാലയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മിക്കവരും ഇറങ്ങുന്നില്ല. ആരും ഇറങ്ങുന്നൊന്നുമില്ല അല്ലേ? ഇതേപോലെ നമുക്ക് ഫിഫി ഉണ്ടായിരുന്നു. ഫിഫിയിൽ പക്ഷെ എല്ലാവരും ഇറങ്ങുന്നുണ്ടായിരുന്നു. ഫിഫി ഇറങ്ങാൻ വേണ്ടി തന്നെ ആയിട്ടുള്ള ബീച്ചായിരുന്നു. ഞാൻ റെസ്റ്റ് റൂം അന്വേഷിച്ച് നടക്കുന്ന. റെസ്റ്റ് റൂം ഉണ്ട്, ഇങ്ങോട്ടാണ് ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഇവിടെ മിക്കവാറും എല്ലാ റെസ്റ്റ് റൂമിനും കാശ് കൊടുക്കണം. ഇവിടെ ഇനി കാശ് കൊടുക്കണമെന്ന് അറിയില്ല. കാശ് കൊടുക്കണമെങ്കിൽ ഇനി അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അയ്യോ, ഞാൻ ഫോണും എടുത്തില്ലല്ലോ. വാഷ്റൂമിൽ പോയി. ഇവിടുത്തെ വാഷ്റൂം അത്ര വൃത്തിയൊന്നുമില്ല. ഇവിടെ പോയാലും ഭയങ്കര വൃത്തിയാണ്. ഈവൻ പെയ്ഡ് ആണെങ്കിലും അൺപെയ്ഡ് ആണെങ്കിലും ഭയങ്കര വൃത്തിയാണ്. ഇവിടെ അത്ര വൃത്തിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഓക്കെയാണ്, ബാക്കിയുള്ളത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര വൃത്തി കുറവാണ്. എന്നെ അന്വേഷിച്ച് രാവിലെ വരുന്നുണ്ട്. എന്തേ, എവിടെയായിരുന്നു? അത് വാഷ്റൂമാണ്. ഞാൻ ജസ്റ്റ് വാഷ്റൂം പോയതാ. എനിക്ക് വെള്ളം വേണേ, പച്ചവെള്ളം. പച്ചവെള്ളം ഇവിടെ കിട്ടൂലെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നും അലൗഡ് അല്ലല്ലോ ഈ ഏരിയയിലൊക്കെ. അതാണെന്ന് തോന്നുന്നു. തൊണ്ട പറ്റി വരുന്നു. ഇറങ്ങുന്നുണ്ടോ വെള്ളത്തില്? മീൻസ് കാല് നനയ്ക്കുന്നുണ്ടോ? കാല് നനയ്ക്കുന്നില്ലേ? ഹാലോങ് ബേയിൽ ഡ്രോൺ പറത്താൻ പോകുന്ന രാഹുൽ. അപ്പം നമ്മൾ ക്രൂയിസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ക്രൂയിസിൽ നമുക്ക് ഡ്രോൺ പറത്താം. ക്രൂയിസ് സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന സമയത്ത്, ക്രൂയിസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു പറത്തായിരിക്കും. അപ്പോൾ ഞങ്ങളോട് ഒരു പറഞ്ഞു ഹോം ലൊക്കേഷൻ മാറും. അല്ല, നമ്മൾ ക്രൂയിസ് മൂവ് ചെയ്യുമല്ലോ, അപ്പം ഹോം ലൊക്കേഷൻ മാറും. അപ്പോൾ തിരിച്ചു വരാൻ പാടായിരിക്കും.
രാഹുൽ മാമൻ എന്താ പറത്തേ? ഡ്രോൺ. വിയാൻ എന്താ പറത്താൻ പോണേ? ഹെലികോപ്റ്റർ. എങ്ങനെ ഹെലികോപ്റ്റർ പറത്തണേ? കാണിച്ച. ഓ അങ്ങനെ 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 അല്ലേ? ഓ അടുത്ത ലെവലെത്തിയല്ലേ? ആ ഹൈറ്റില് പോയി ഹെലികോപ്റ്റർ. ഹൈറ്റില് പോയി. ഡ്രോണൊക്കെ പറത്തിയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ലഞ്ചിന് കുറച്ച് ലേറ്റായി. ഇവർക്കാണെങ്കിൽ ഭയങ്കര കൃത്യനിഷ്ഠയാണ്. 8:45 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 8:45 തന്നെ സ്റ്റാർട്ട് ചെയ്യും. 2:30 ബുഫേ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 2 മണിക്ക് തന്നെ അവർ വൈൻഡപ്പ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവർ വൈൻഡപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓടി നടന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് വരുവാണ് ചെയ്തത്. ഞങ്ങൾ ഇതിൽ കൂടുതലും സീ ഫുഡ് ഐറ്റംസ് ആണ് ട്രൈ ചെയ്യാൻ നോക്കിയത്. കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെയാണ് കൂടുതലും ട്രൈ ചെയ്തത്. ലഞ്ച് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ ഫ്ലോറൊക്കെ പോയി കറങ്ങി കണ്ടു വന്നു. ഇവിടെയാണോ? ഓക്കെ. സെക്കൻഡ് ഫ്ലോറിൽ ഫുള്ള് റൂംസ് ഒക്കെയാണ്. ഇതെല്ലാം റൂംസാണ്. സ്റ്റേ ചെയ്യുന്നവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഓ പൊളി. രാവിലെ തണുത്തിട്ട് എക്സൈറ്റ്മെന്റ് ആണ്. എന്താണ്? ഇപ്പൊ നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കാറ്റ് ഇപ്പൊ കുറഞ്ഞു. കുറച്ച് മുന്നേ വരെ നല്ല കാറ്റുണ്ടായിരുന്നു. ഇപ്പൊ കാറ്റ് കുറഞ്ഞു. നല്ല ഫോഗിയാ. ഞാൻ കാണിച്ചു തരാം. അമ്മേ വലിയ ഷിപ്പ് വന്ന് അടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. പെട്രോളിയം എക്സ് അത് തന്നെ. ഇത് പക്ഷേ തായ്ലൻഡ് പോലെയല്ല, നല്ല തണുത്ത ബീച്ചാണ്. നല്ല തണുത്ത ബീച്ച്. നമ്മള് 18 ഡിഗ്രി ഒക്കെയാണ്. വെയിലടിച്ചാലും ചൂടൊന്നുമില്ല. ഫുക്കറ്റൊക്കെ പോയി വേർത്ത് കുളിച്ചല്ലേ, അങ്ങനെയായിരുന്നു. ഇത് നല്ല ഭയങ്കര പീസായിട്ട്. ഇനി ഈ സീസണിൽ ചിലപ്പം ഫുക്കറ്റിലൊക്കെ തണുപ്പാണോന്ന് അറിയത്തില്ല. അതറിയില്ല. ഈവനിങ് ചെറിയൊരു കുക്കിംഗ് ക്ലാസ്സും ലൈവ് പെർഫോമൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഡേ ക്രൂയിസും എൻഡ് ചെയ്തു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.